ഹായ് ഫ്രണ്ട്സ്, നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ബിരുദ പ്രവേശനം LBS ത്രൂ ആണ് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 15 എന്നാലും നമുക്ക് നോക്കാം. കേരളത്തിലെ 2024-25 നഴ്സിംഗ് പാരാമെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനത്തിന് കേരളത്തിലെ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായി BSc നഴ്സിംഗ് തന്നെയാണ്. 4 years കോഴ്സ്. 4 years കോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നത് സർക്കാർ നഴ്സിംഗ് കോളേജുകൾ പഠിക്കുന്നവർക്ക് കോഴ്സ് കഴിഞ്ഞ് കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷന് വേണ്ടി 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പും കൂടിയുണ്ട്. പിന്നെ കൂടെ BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അതും 4 വർഷ കോഴ്സാണ്. BSc പെർഫ്യൂഷൻ ടെക്നോളജി 3 വർഷമാണ്, ഇൻറ്റേൺഷിപ്പ് 1 വർഷം. BSc ഒപ്റ്റോമെട്രി 3 വർഷമാണ്, ഇൻറ്റേൺഷിപ്പ് 1 വർഷം. ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി 4 വർഷമാണ്, 6 മാസം ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. പിന്നെ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി 3 വർഷമാണ്, 10 മാസം ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ബാച്ചിലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി 3 വർഷമാണ്, 1 വർഷം ഇൻറ്റേൺഷിപ്പ്. ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി 3 വർഷത്തെ കോഴ്സാണ്, 1 വർഷം ഇൻറ്റേൺഷിപ്പ്. ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി 3 വർഷം, 1 വർഷം ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. BSc ഡയാലിസിസ് ടെക്നോളജി അതും 3 വർഷ കോഴ്സാണ്, ഇൻറ്റേൺഷിപ്പ് ഉണ്ട് 1 year. ബാച്ചിലർ ഓഫ് ഓക്യുപ്പേഷണൽ തെറാപ്പി 4 വർഷ കോഴ്സാണ്, 6 മാസം ഇൻറ്റേൺഷിപ്പും ഉണ്ട്. പിന്നെ BSc ന്യൂറോ ടെക്നോളജി 3 വർഷത്തെ കോഴ്സാണ്, 1 വർഷം ഇൻറ്റേൺഷിപ്പ്. LBSൻ്റെ വെബ്സൈറ്റിലെല്ലാം ഡീറ്റെയിൽ ആയി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സർക്കാർ കോളേജുകളിലേക്കും അതുപോലെ തന്നെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലേക്കുമുള്ള അലോട്ട്മെൻറ്റാണ്. അതിൽ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 50% സീറ്റുകൾ സർക്കാർ അലോട്ട്മെൻറ്റ് നടത്താൻ വിട്ടു നൽകാൻ സന്നദ്ധത കാട്ടുന്ന സ്വകാര്യ സ്വാശ്രയ കോളേജുകൾ എന്നിവയിലെ അലോട്ട്മെൻറ്റ് മാത്രമാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഈ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ അതായത് ഈ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നത്. അല്ലാതെ മാനേജ്മെൻറ്റ് കോഴ്സുകൾ അവരുടെ മാനേജ്മെൻറ്റ് കോളേജുകൾ അവരുടെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വിളിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് സീറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. എന്തായാലും പ്രോസ്പെക്ടസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിക്കേണ്ടതാണ്. 2023-24 പ്രക്രിയയിൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങളുടെ താൽക്കാലിക പട്ടിക LBScenter.in വിജ്ഞാപന ലിങ്ക് വഴി ലഭിക്കുന്ന പ്രോസ്പെക്ടസിൽ അനുബന്ധമായി നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എടുത്ത് നോക്കാം. 2024-25 പ്രവേശനത്തിലുള്ള അന്തിമ പട്ടിക പിന്നീടാണ് പബ്ലിഷ് ചെയ്യുക. നമുക്കറിയാം ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നു. റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ഇയർ +2 ഫൈനൽ പരീക്ഷ സെക്കൻഡ് ഇയറിൻ്റെ മാർക്കാണ് പരിഗണിക്കുന്നത്. നിശ്ചിത വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് പ്രോസ്പെക്ടസ് വ്യവസ്ഥകൾ പ്രകാരം നോർമലൈസ് ചെയ്ത് തയ്യാറാക്കിയ റാങ്ക് പട്ടികയുടെ അടിസ്ഥാനമാക്കിയാണ് പ്രവേശനം. ഒരു നോർമലൈസേഷൻ നടക്കുന്നുണ്ട്. റാങ്കിങ്ങിന് പരിഗണിക്കുന്നത് നഴ്സിംഗ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ് ടെക്നോളജി, ഒക്കുപേഷണൽ തെറാപ്പി, ഒപ്റ്റോമെട്രി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ഫിസിക്സ്. ഈ കോഴ്സുകൾക്കെല്ലാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി PCB ആണ് ഫോളോ ചെയ്യുന്നത്. ഇംഗ്ലീഷ് പരിഗണിക്കുന്നതിന് മുന്നേ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കോഴ്സുകൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി +2 സെക്കൻഡ് ഇയർ മാർക്കാണ് പരിഗണിക്കുന്നത്. അതിൽ 300 out of 300 ഫുൾ മാർക്ക് സ്കോർ ചെയ്തതിന് എത്രയോ കുട്ടികളുണ്ടാവും. ഒരു നോർമലൈസേഷൻ പ്രൊസീജിയർ അവരുടെ പ്രോസ്പെക്ടസിൽ പറയുന്ന പ്രകാരം നടക്കുന്നുണ്ട്. പിന്നീടുള്ള ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോളജി പഠിക്കാത്ത കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. അതായത് മാത്തമാറ്റിക്സോ കമ്പ്യൂട്ടർ സയൻസോ സ്റ്റാറ്റിസ്റ്റിക്സോ ഇലക്ട്രോണിക്സോ സൈക്കോളജിയോ ഒക്കെ പഠിച്ചവർക്കും ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ കോഴ്സുകൾക്ക് അപേക്ഷിക്കാൻ ഒരൊറ്റ അപേക്ഷയെ നൽകേണ്ടതുള്ളൂ. അതായത് നിങ്ങൾക്ക് എത്ര കോഴ്സ് BSc നഴ്സിംഗ്, ഒപ്റ്റോമെട്രി എന്തൊക്കെയാണോ എല്ലാത്തിനും കൂടി ഒരു ആപ്ലിക്കേഷനേ വേണ്ടൂ എന്ന്. അപേക്ഷാ ഫീസ് 800 രൂപ, പട്ടികവർഗ വിഭാഗക്കാർക്ക് 400 രൂപ. LBScenter.in അതായത് www.lbscenter.in വഴി ഓൺലൈനായോ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ചലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്ക് ശാഖയിൽ പണമായോ ജൂൺ 12 വരെ അപേക്ഷാ ഫീസ് അടക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് ഫീസ് അടക്കാം, അല്ലെങ്കിൽ ചലാൻ ഡൗൺലോഡ് ചെയ്ത് ഫെഡറൽ ബാങ്ക് ശാഖയിലും അടക്കാം. അതിനിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഫീസ് അടക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ് വരിക. ജൂൺ 15 ഈ LBSൻ്റെ ഇതേ സൈറ്റ് വഴി തന്നെ പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രകാരം അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കണം. 12 ഫീസ് അടച്ച് 15 അപേക്ഷ നിർബന്ധം. അതായത് ലാസ്റ്റ് ഡേറ്റ് 15. ഫീസ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 12 ജൂൺ 12. സർവീസ് കോട്ട അപേക്ഷകരുടെ അപേക്ഷാ സമർപ്പണ നടപടിക്രമം പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുള്ളവർ വായിച്ച് നോക്കണം. റാങ്ക്
റാങ്ക് പട്ടിക തയ്യാറാക്കിയ ശേഷം കേന്ദ്രീകൃത സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് വഴി ഓപ്ഷനുകൾ സ്വീകരിച്ച് LBS സെൻറ്റർ ഓൺലൈൻ സീറ്റ് അലോട്ട്മെൻറ്റ് നടത്തും ഓൺലൈനായിട്ട്. കൂടുതൽ വിവരങ്ങൾക്ക് എപ്പോഴും LBSൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.lbscenter.kerala.gov.in. BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുന്ന തയ്യാറുള്ള താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എപ്പോഴും ഈ വെബ്സൈറ്റുമായിട്ട് നല്ലൊരു പരിചയം ഉണ്ടാക്കി വെക്കുക. അതിലേക്ക് കയറുക, ചെക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും സമയമെടുത്ത് വായിച്ച് നോക്കുക. എന്തായാലും നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിലുള്ള ആപ്ലിക്കേഷൻ നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ട്. കാരണം റിസൾട്ട് ഓൾറെഡി നേരത്തെ വന്നു എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മാനേജ്മെൻറ്റ് സീറ്റും അതുപോലെ മെറിറ്റ് സീറ്റുമായി ബന്ധപ്പെട്ട മെറിറ്റ് സീറ്റ് ഗവൺമെൻറ് വിട്ടുകൊടുക്കില്ല, അങ്ങനെ ഒരുപാട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ വഴിയേ നടന്നോളൂ. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് റാങ്ക് പട്ടിക നമ്മുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കും. അതിനുശേഷം നമുക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാകും. അതിനുശേഷമാണ് അലോട്ട്മെൻറ്റുകൾ വരിക. എന്തായാലും നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിലുള്ള ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നു. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 15. ഫീസ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 12. LBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക, ഡീറ്റെയിൽസൊക്കെ പ്രോസ്പെക്ടസ് വായിച്ച് മനസ്സിലാക്കുക, അപ്ലൈ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു.